ഇന്ത്യയുടെ സുവർണ പ്രതീക്ഷയായ വിനേഷ് ഫോഗട്ടിന് ഒളിമ്പിക്സിൽ അയോഗ്യത കൽപ്പിച്ചത് രാജ്യത്തിന് വലിയ നിരാശ ഉണ്ടാക്കിയിരിക്കുകയാണ്. 50 കിലോഗ്രാം ഫ്രീസ്റ്റൈൽ മത്സരിച്ച വിനേഷ് ഫോഗട്ട് വെല്ലുവിളിയായത് സ്വന്തം ഭാരമാണ്. മത്സര യോഗ്യതയിൽ പറയുന്നതിനേക്കാൾ 100 ഗ്രാം ഭാരം കൂടുതലുണ്ടെന്നുള്ള റിപ്പോർട്ടിലാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. മത്സര നിയമങ്ങൾ പറയുന്നത് ഇങ്ങനെ വന്നാൽ ഫോഗട്ടിന് ഒരു മെഡലിന് പോലും യോഗ്യത ഉണ്ടാവില്ല. ചൊവ്വാഴ്ചത്തെ മത്സര സമയത്ത് ഫോഗട്ടിന് അനുവദിക്കപ്പെട്ട ഭാരമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ചട്ടമനുസരിച്ച് മത്സരത്തിന്റെ 2ാം ദിവസവും ഗുസ്തിക്കാർ അവരുടെ അതേ ഭാരത്തിൽ തന്നെ തുടരണം. ഇതാണ് ഫോഗട്ടിന് തിരിച്ചടിയായത്. മാനദണ്ഡങ്ങൾ പാലിക്കാൻ സാധ്യമായതെല്ലാം ഫോഗട്ട് ചെയ്തിരുന്നു. ഉറക്കം ഉപേക്ഷിക്കുകയും ജോഗിംഗ് മുതൽ സ്കിപ്പിങ്ങും സൈക്ലിങ്ങും വരെ ചെയ്തുവെന്നും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. സെമിയിൽ ക്യൂബൻ താരം യൂനിസ് ലിസ് ലോപ്പസിനെ വീഴ്ത്തിയാണ് ഫോഗട്ടിന്റെ നേട്ടം. രാജ്യത്ത് ഗുസ്തിയിൽ ഫൈനലിൽ എത്തുന്ന ആദ്യ ഇന്ത്യൻ വനിതയെന്ന ഖ്യാതിയും അവർക്ക് സ്വന്തമായിരുന്നു. പ്രീ ക്വാർട്ടറിൽ ലോക 1ാം റാങ്കുകാരിയും നിലവിലെ ഒളിമ്പിക്സ് സ്വർണ്ണ മെഡൽ ജേതാവും 4 തവണ ലോക ചാമ്പ്യനുമായ ജപ്പാന്റെ യൂയി സുസാക്കിയെ വീഴ്ത്തി അമ്പരപ്പിച്ചിരുന്നു അവർ. യുക്രൈന്റെ ഒക്സാന ലിവാഷിനെയാണ് ക്വാർട്ടറിൽ മറികടന്നത്. എന്നാൽ വിനേഷിന്റെ അയോഗ്യതയ്ക്ക് പിന്നിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ എന്നാണ് ഇപ്പോൾ സംശയമുയരുന്നത്. പ്രധാനമായും വിരൽ ചൂണ്ടുന്നത് ഇന്ത്യൻ ഗുസ്തി ഫെഡറേഷൻ പ്രസിഡന്റ് ബ്രിജ്ഭൂഷന്റെ നേർക്കാണ്. കാരണം രാജ്യാന്തര ഒളിമ്പിക് അസോസിയേഷനിൽ ഏറെ സ്വാധീനമുള്ളയാളാണ് ബ്രിജ്ഭൂഷൺ. ഇന്ത്യയിൽ ബ്രിജ്ഭൂഷനും വിനേഷും തമ്മിൽ അത്ര നല്ല ബന്ധമുള്ളത്. കായിക താരങ്ങളെ ലൈംഗികമായി ചൂഷണം ചെയ്ത ബ്രിജ്ഭൂഷൺ സിംഗിനെതിരെ ഡൽഹി തെരുവിൽ ഫോഗട്ട് പ്രതിഷേധിച്ചപ്പോൾ ഭൂഷൺ പരിഹാസവും നിന്ദ്യവുമായ ഭാഷയിൽ നൽകിയ മറുപടിയുമുണ്ട്. ഇവരെക്കൊണ്ടൊന്നും രാജ്യത്തിനായി ഒരു മെഡൽ തരാൻ സാധിക്കില്ലെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. അത്തരത്തിലുള്ള അസഹിഷ്ണുതയാണ് ഇപ്പോൾ കാണിച്ചത് കൂട്ടുന്ന കോപ്രായങ്ങളെന്നും അദ്ദേഹം പറയുകയുണ്ടായി. 5 പൈസയുടെ വിലയില്ലാത്തവരാണെന്നായിരുന്നു അദ്ദേഹത്തിന്റെ അഭിപ്രായം. എന്നാൽ ഇന്ന് രാജ്യം കൊതിക്കുന്നത് സ്വർണം തന്നെ ഫോഗട്ടിന് ലഭിക്കണമെന്നാണ്. അമ്മയുടെ ജീവിതം പോലെ തന്നെ കായിക ജീവിതത്തിലും അനേകം വെല്ലുവിളികൾ ഫോഗട്ട് നേരിടേണ്ടി വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ഡൽഹിയിലെ സമരമുണ്ടായതിന് പിന്നാലെ സ്വന്തം മെഡലുകൾ തിരിച്ചു നൽകിയും അവ ഗംഗയിലൊഴുക്കിയും പ്രഖ്യാപനം നടത്തിയും പ്രതിഷേധിച്ചും അവർ മുന്നോട്ട് വന്നിരുന്നു. അതിനെയെല്ലാം തരണം ചെയ്ത ഫോഗട്ടിനെ നേരിട്ടത് ശരിക്കും അതിമധുരം തന്നെയാണ്. ഇത് മുടക്കാൻ വേണ്ടിയുള്ള ശ്രമം ഉണ്ടായിട്ടുണ്ടെന്ന് സംശയിച്ചാലും തെറ്റു പറയാനില്ല. സെമിയിൽ ക്യൂബൻ താരം ലൂയിസ് ലോപ്പസിനെ വീഴ്ത്തി ഫോഗട്ടിന്റെ നേട്ടം രാജ്യം ആഘോഷിച്ചിരുന്നു. രാജ്യത്ത് ഗുസ്തിയിൽ ഫൈനലിലെത്തുന്ന ആദ്യ ഇന്ത്യൻ വനിതയെന്ന ഖ്യാതിയും അവർക്ക് സ്വന്തമാക്കിയതിനു പിന്നാലെ പ്രധാനമന്ത്രി ഉൾപ്പെടെ അഭിനന്ദിച്ച് രംഗത്ത് വന്നിരുന്നതാണ്. അതിനിടയിലാണ് വലിയ രീതിയിൽ ചതിയും പറ്റിയിരിക്കുന്നത്.